ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ബെല്ലിനിയ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 10 ദിവസത്തേക്കുള്ളൊരു വിയറ്റ്നാം ട്രിപ്പിന്റെ ഫ്ലൈറ്റ് ജേർണി വീഡിയോ ആണ് ഇത്. ലണ്ടൻ ഗാറ്റ്വിക്കിൽ നിന്ന് തുടങ്ങി ചൈനയിലുള്ള ഷങ്കായി എയർപോർട്ടിൽ ഒരു 2-3 മണിക്കൂർ ലേ ഓവർ, അവിടുന്ന് വീണ്ടും ഹാനോയിലേക്ക് ഒരു 2 മണിക്കൂർ വരുന്ന ഫ്ലൈറ്റിന് ശേഷം ഹാനോയിൽ നിന്ന് ഫുക്കോക്ക് ഐലൻഡിലേക്ക് 1 മണിക്കൂർ വരുന്ന ഒരു ഫ്ലൈറ്റും. ചുരുക്കി പറഞ്ഞാൽ ലണ്ടൻ ഗാറ്റ്വിക്കിൽ നിന്ന് തുടങ്ങി ഫുക്കോക്ക് ഐലൻഡ് വരെയുള്ള മണിക്കൂറുകൾ നീണ്ടുവരുന്ന ഒരു യാത്രയുടെ ചെറിയൊരു ഡോക്യുമെന്ററി പോലെ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു വ്ലോഗാണ് കേട്ടോ ഇത്. നമുക്ക് ഒരാഴ്ചയിലുള്ള 37.5 മണിക്കൂർ ആനുവൽ ലീവും അതിന്റെ കൂടെ തലേ ആഴ്ചത്തെയും പിറ്റേ ആഴ്ചത്തെയും 3 ദിവസം വെച്ചിട്ടുള്ള ഡേ ഓഫും കൂടെ കൂട്ടിച്ചേർത്തിട്ട് ആണ് ഈ 10-15 ദിവസം വരുന്ന ട്രിപ്പ് നമുക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റിയത് കേട്ടോ. അപ്പൊ ഒരു വെക്കേഷൻ എന്നതിലുപരി ഒരു ട്രാവലിംഗ് എന്നാണ് ഈ ഒരു 10 ദിവസത്തെ ഇടവേളയെ ഞാൻ വിശേഷിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം വേറൊന്നുമല്ല, നമ്മളൊരു ബാക്ക് പാക്കിംഗ് സെറ്റപ്പിലാണ് ഈ ഒരു ട്രാവലിംഗ് ജേർണി നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്. കാരണം വിയറ്റ്നാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീണ്ടു കിടക്കുന്ന ഒരു രാജ്യമാണ്. അതിന്റെ അങ്ങേ തല തൊട്ട് ഇങ്ങേ അറ്റം വരെ നമ്മൾ ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പൊ വലിയൊരു വെക്കേഷൻ മോഡില് പെട്ടിയൊക്കെ ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ട് തരും. ഇപ്പൊ നമ്മളൊരു ബാക്ക് പാക്ക് സെറ്റപ്പില് നമുക്ക് അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെ ക്യാരി ചെയ്ത് നടക്കാൻ പറ്റിയ വെയിറ്റ് മാത്രമായിട്ടാണ് പോകുന്നത്. എയർ ചൈനയിലാണ് നമ്മൾ ട്രാവൽ ചെയ്തത്. നമുക്ക് 23 kg പാക്കേജ് കൊണ്ടുപോകായിരുന്നു. 23 kg ചെക്ക് ഇൻ ബാഗ് കൂടാതെ നമുക്കൊരു 7 kg ക്യാരി ബാഗ് കൂടെ കൊണ്ടുപോകായിരുന്നു. അപ്പൊ നമ്മുടെ 7 kg അവർ വേ ചെയ്തില്ല. അത് കൂടാതെ നമ്മൾ കൊണ്ടുപോയ 23 kg പാക്കേജ് എന്ന് പറഞ്ഞാൽ എനിക്ക് വെറും 4 കിലോയെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. നമ്മൾ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം നമുക്ക് ചൈനയിൽ ഒരു ലേ ഓവർ ഉണ്ടായത്. അത് വളരെ ചീപ്പായിട്ടുള്ളൊരു ഫ്ലൈറ്റ് ആയിരുന്നു. വളരെ ചീപ്പ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഉള്ളതിൽ ചീപ്പായിട്ടുള്ളൊരു ഫ്ലൈറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ലേ ഓവർ ഉണ്ടായത്. അപ്പൊ നമ്മൾ ആദ്യമേ തന്നെ പോകുന്ന ഈ ഫുക്കോക്ക് ഐലൻഡ് വിയറ്റ്നാമിന്റെ ഐലൻഡ് ആണ്. അത് ഇന്ത്യൻസിന് വിസ ഫ്രീ ആയിട്ടുള്ള ഐലൻഡ് ആണ്. വിയറ്റ്നാമിന്റെ മെയിൻ ലാൻഡിൽ നമുക്ക് ടച്ച് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഇ വിസ എടുക്കണം. ഇ വിസയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം മുമ്പോട്ടുള്ള വീഡിയോസിൽ ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം എന്റെ ട്രിപ്പ് തീരാറായിട്ടുണ്ട്. എന്റെ ഫോണിന്റെ മെമ്മറി തീർന്നു തുടങ്ങിയപ്പോഴാണ് ഞാൻ എന്നാൽ കുറച്ച് ആവശ്യമില്ലാത്ത വീഡിയോസ് അങ്ങോട്ട് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തേക്കാന്ന് വിചാരിച്ചത്. ഈ ഒരു യാത്രക്കിടയിൽ നമുക്ക് ഒരുപാട് സ്കാംസ് ഫേസ് ചെയ്യേണ്ടി വന്നു. ഒരുപാട് റൂഡായിട്ടുള്ള ആളുകളെയും അതുപോലെ തന്നെ കൈൻഡ് ആയിട്ടുള്ള ആളുകളെയും മീറ്റ് ചെയ്യാനായിട്ടുള്ള അവസരം സംഭവിച്ചു. അപ്പൊ അതെല്ലാം വീണ്ടും എഗെയിൻ പുതിയതായിട്ട് വരുന്ന വീഡിയോസിൽ ഡീറ്റെയിൽ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എയർ ചൈന മുന്നേ പറഞ്ഞ പോലെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രാവലിംഗ് ഓപ്ഷൻ ആണെങ്കിലും നല്ല നൈസ് ആയിട്ടുള്ള ഡീലിംഗ് ആയിരുന്നു കേട്ടോ അവരുടെ. നമ്മൾ വിയറ്റ്നാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം മൈൻഡിൽ കണ്ടു തുടങ്ങിയപ്പോൾ ഇതിനെക്കുറിച്ച് ഒരുപാട് റിസർച്ച് ഒക്കെ ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ കേട്ടൊരു കാര്യമായിരുന്നു വിയറ്റ്നാം ഭയങ്കര ചീപ്പായിട്ടുള്ള ഒരു കൺട്രി ആണെന്ന്. അതിപ്പോ ശരിയാണോ എന്ന് ചോദിച്ചാൽ കുറച്ചൊക്കെ ശരിയാണ്, പക്ഷെ കുറച്ച് മാത്രമേ ശരിയാണ്. നമ്മൾ നോക്കിയും കണ്ട് നിന്നില്ലെങ്കിൽ പൈസ ടപ്പേ എന്ന് പറഞ്ഞ് പോകുന്ന വഴി കാണില്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇപ്പൊ നമ്മൾ എത്തി നിൽക്കുന്നത് ഹനോയുടെ ഡൊമസ്റ്റിക് ടെർമിനലിലാണ് കേട്ടോ. ഇവിടെ വെച്ച് നമുക്കൊരു അബദ്ധം സംഭവിച്ചു. വേറൊന്നും അല്ല, ചൈനയിൽ നിന്ന് നമുക്ക് വിയറ്റ്നാമിലേക്കുണ്ടായിരുന്ന കണക്ഷൻ ഫ്ലൈറ്റ് ലേശം വൈകി വരികയും ചെയ്തു. അത് ലാൻഡ് ചെയ്യാനും കുറച്ച് ടൈം എടുത്തു. അപ്പൊ നമുക്ക് വിയറ്റ്നാമിൽ നിന്ന് ഫുക്കോക്ക് ഐലൻഡിലേക്ക് പിടിക്കാൻ നിന്ന ഫ്ലൈറ്റ് നഷ്ടപ്പെട്ടു പോയി. അല്ലെങ്കിൽ നമ്മൾ ഫ്ലൈറ്റ് മിസ് ചെയ്തു. എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാനൊരു ഫ്ലൈറ്റ് മിസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വീണ്ടും ടിക്കറ്റ് എടുക്കേണ്ടി വന്നു ഹനോയിൽ നിന്ന് ഫുക്കോക്ക് ഐലൻഡിലേക്ക്. പട്ടിക്കോലായി പോകുന്ന മേക്കപ്പ് ചെയ്യാന്ന് വിചാരിച്ച അതും ഓവറായി പോയി. അപ്പൊ ഹനോയിൽ വന്നിട്ട് അന്ന് സെയിം ഡേ തന്നെ വേറെ എങ്ങോട്ടേലും കണക്ഷനൊക്കെ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർ കാണുന്നുണ്ടെങ്കിൽ കണക്ഷൻ ഒരു ഇത്തിരി ലേറ്റ് ആക്കിയിട്ട് അല്ലെങ്കിൽ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് എടുത്തോളൂ കേട്ടോ. ഒരു യാത്രയാകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറെ അപ്പ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടാവും എന്നുള്ള ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ നമ്മൾ വീണ്ടും ഹനോയിൽ നിന്ന് ഫുക്കോക്കിലേക്കുള്ള ഫ്ലൈറ്റ് എടുത്തു. വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് നമ്മൾ ഈ യാത്ര പോകുന്നത്. കാരണം വിയറ്റ്നാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കൾച്ചറലി എൻറിച്ച്ഡ് ആയിട്ടുള്ള രാജ്യവും അതുപോലെ തന്നെ വളരെ വ്യത്യസ്തവും രുചികരവുമായിട്ടുള്ള ഭക്ഷണങ്ങളുള്ള രാജ്യവുമാണെന്നാണ് ഞാൻ കേട്ടത്. രാജ്യസ്നേഹം കൊണ്ടാണോ എന്നറിയില്ല, ഇത് രണ്ടും ഇന്ത്യയെ വെല്ലാൻ മറ്റൊരു രാജ്യത്തിനും കഴിയില്ല എന്നൊരു തോന്നല് നമ്മുടെ മൈൻഡിന്റെ ഏതോ ഒരു കോർണറിലുണ്ട് കേട്ടോ. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇന്ത്യയുടെ അത്രയും അൺസേഫ് ആയിട്ടുള്ള ഒരു കൺട്രി ട്രാവൽ ചെയ്യാൻ സ്ത്രീകൾ കൊണ്ടുവന്നും ഒരു ക്വയറിയാണ്. ബസ്സോ ട്രെയിനോ ഒക്കെ മാറി മാറി കയറുന്ന പോലെയാണ് ഈ ഒരു യാത്രയിൽ നമ്മൾ ഫ്ലൈറ്റുകൾ മാറി മാറി കയറുന്നത്. എന്തായാലും ഈ യാത്രയിൽ ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്കുള്ള അവസാനത്തെ ഫ്ലൈറ്റിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. ഫുക്കോക്ക് ഐലൻഡിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം ഫുക്കോക്ക് നൈറ്റ് മാർക്കറ്റ് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിനടുത്തായതുകൊണ്ട് അങ്ങോട്ട് പോകാനായിട്ടാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്. വളരെ നീണ്ടു നിവർന്നു കിടക്കുന്ന ഒരു രാജ്യം 10-11 ദിവസം കൊണ്ട് കാണാൻ പറ്റുന്നതിന്റെ പരമാവധി കണ്ടു തീർക്കണം എന്നൊരാഗ്രഹത്തോടെയാണ് ഈ യാത്ര നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. എന്തെങ്കിലും വിയറ്റ്നാം പോകണമെന്ന് ആഗ്രഹമുള്ള ആരെങ്കിലും ഈ വീഡിയോ ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ വിയറ്റ്നാമിൽ പോകുമ്പോഴുള്ള ഡൂസ് ആൻഡ് ഡോൺസ് വളരെ ക്ലിയർ ആയിട്ട് ഞാൻ അടുത്ത് വരുന്ന വീഡിയോസിൽ പറയാട്ടോ. ഫുക്കോക്കിലുള്ള നമ്മുടെ ഹോട്ടൽ റൂം booking.com വഴിയും ബാക്കിയുള്ള എല്ലാ റൂമുകളും എയർബിഎൻബി ത്രൂ ആണ് നമ്മൾ ബുക്ക് ചെയ്തത്. ചില
സ്ഥലങ്ങളിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയിരുന്നു. അക്കോമഡേഷനൊക്കെ നമ്മൾ UK വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചീപ്പാണ്. ഈവൻ ഇന്ത്യ വെച്ച് നോക്കുമ്പോഴും ചീപ്പ് തന്നെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പല സ്ഥലങ്ങളിൽ നമ്മൾ ബാർഗെയിൻ ചെയ്യാതെ നോക്കിയായിരുന്നു കേട്ടോ. കാരണം അവരും ഇതുകൊണ്ട് ജീവിച്ചു പോകുന്നതല്ലേന്ന് വിചാരിച്ചു. എന്നാൽ പോലും ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ നമ്മൾ അടിപിടിക്കേണ്ട ഒരു അവസ്ഥ വരുത്തി. അങ്ങനെ നമ്മളെ അവർ ലൂട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഈ ഒരു രാജ്യത്തിന്റെ കൾച്ചർ എക്സ്പീരിയൻസ് ചെയ്യുക, ഒതന്റിക് ഫുഡ് കഴിക്കുക, ലോക്കൽസുമായിട്ട് ഇടപഴകുക, അങ്ങനെയുള്ള ഒരു എയിമോട് കൂടിയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ കുറേയൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന ഐറ്റ്നറികൾ ഫോളോ ചെയ്യരുതെന്ന് തന്നെ ഞാൻ പറയും. സോഷ്യൽ മീഡിയ ഐറ്റ്നറിയിലുള്ള മിക്ക സ്ഥലങ്ങളും തന്നെ ഭയങ്കരമായിട്ട് ഓവർ ഹൈപ്ഡ് ആണ്, ഓവർ ക്രൗഡഡ് ആണ്. അവിടെ അത്ര കാണത്തക്ക രീതിക്കുള്ള സാധനങ്ങളൊന്നും തന്നെ ഇല്ലാന്ന് ചില സ്ഥലങ്ങളിൽ പോയപ്പോൾ എനിക്ക് തോന്നിയായിരുന്നു. അതത് സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന മണിക്ക് ആ സ്ഥലം വെർത്താണോ എന്ന് ഞാൻ പറയാട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഫുക്കോക്കിന്റെ നൈറ്റ് മാർക്കറ്റിൽ വെച്ച് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.